the Philips car, it shows a trade-off. Sorry, it shows what we can say a trade-off. Okay, trade-off എന്ന് പറഞ്ഞാൽ എന്താ, ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ വേർന്ന നമുക്ക് കൂട്ടി സഹിക്കേണ്ടി വരും, അല്ലെങ്കിൽ രണ്ടും തമ്മിലുള്ളൊരു പർട്ടിക്കുലർ കോമ്പിനേഷൻ നമുക്കാകാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു ഈ ആക്സിസ് നമ്മൾ എംപ്ലോയ്മെൻ്റ് ആണ് രേഖപ്പെടുത്തുന്നത്, ഇവിടെ നമ്മൾ ഇൻഫ്ലേഷനാണ് രേഖപ്പെടുത്തുന്നത്. അപ്പം ഇത് തമ്മിലുള്ള ഒരു മെനു ആണ് ബേസിക്കലി ഫിലിപ്സ് കാർ. ഫിലിപ്സ് കാർ എന്ന് പറഞ്ഞാൽ ഫിലിപ്സ് ആരാണ്, എന്താണ് ഇങ്ങനെ വരാനുള്ള കാരണം, ഇതിൻ്റെ പുറകിലുള്ള ലോജിക്ക് എന്ത് ഒക്കെ നമ്മൾ ത്രൂ ഔട്ട് വഴിയെ പഠിക്കും. അപ്പോൾ അടുത്താണ് നമ്മുടെ സിലബസിൻ്റെ ഭാഗം. അപ്പോൾ ഈ ഫിലിപ്സ് കാറിനെ കുറിച്ച് ഒരു വളരെ ഇൻട്രഡക്ടറി ലെവലിൽ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഫിലിപ്സ് കാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതൊരു മൈക്രോ എക്കണോമിക് പോളിസി ടൂളാണ്. മൈക്രോ എക്കണോമിക് പോളിസി ടൂൾ. ഓക്കെ, so policy tool means something which give you a policy suggestion, so we call it as a policy tool. അപ്പോൾ നമ്മൾ ഫിലിപ്സ് കാറിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഫിലിപ്സ് കാർ 1960-കളിലാണ് ആദ്യമായിട്ട് കോയിൻ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഫിലിപ്സ് എന്ന് പറയുന്ന ഒരാൾ ബ്രിട്ടീഷ് ഇക്കോണമിയെക്കുറിച്ച് പഠിച്ചപ്പോൾ അവിടെ അദ്ദേഹം രണ്ട് കാര്യങ്ങൾ പഠിച്ചു. ഒരു സൈഡിൽ അദ്ദേഹം വേജ് റേറ്റ് എടുത്തു, വേറൊരു സൈഡിൽ അദ്ദേഹം ഇൻഫ്ലേഷനെ അൺഎംപ്ലോയ്മെൻറ്റിനെ മെഷർ ചെയ്തു. അപ്പോൾ ഒരു സൈഡിൽ എന്താണ് വേജ് റേറ്റ്, രണ്ടാമത്തെ സൈഡിൽ അദ്ദേഹം എന്ത് മെഷർ ചെയ്തു, അൺഎംപ്ലോയ്മെൻറ്റ്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഡാറ്റ അദ്ദേഹം ഫിറ്റ് ചെയ്യുമ്പോൾ ഇതാ ഇങ്ങനെ കിട്ടി. എങ്ങനെ കിട്ടി, ഞാൻ താഴോട്ടുണ്ട്, എങ്ങനെ കിട്ടി, ഇങ്ങനെ കിട്ടി. ഇവിടെ ഇൻഫ്ലേഷനും ഇവിടെ അൺഎംപ്ലോയ്മെൻറ്റ്, ഇങ്ങനൊരു ഡാറ്റ കിട്ടി. അതിന് ഭയങ്കര സ്ട്രേഞ്ച് ആയി തീർന്നത്. കാരണം അപ്പോൾ ഈ ഡാറ്റ അതൊക്കെ ഇങ്ങനെ ഡാറ്റ പ്ലോട്ട് ചെയ്തൊരു ഡയഗ്രം ഇങ്ങനെ കിട്ടിയപ്പോൾ ആ ഡയഗ്രം അതോടെ എന്താണ് പറയുന്നത്, നമ്മൾ ഇൻഫ്ലേഷൻ കൂടുതൽ ബിയർ ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഇൻഫ്ലേഷൻ കുറയ്ക്കണമെങ്കിൽ നമ്മൾ കുറേ പേര് കൂടുതൽ ആൾക്കാർ തൊഴിലില്ലാതിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു ഫിലിപ്സിൻ്റെ ആദ്യത്തെ AW ഫിലിപ്സ് എന്ന് പറയുന്ന ആൾ നടത്തിയ സ്റ്റഡിയുടെ ആദ്യത്തെ ഫൈൻഡിങ് അതിന് ഡാറ്റ ഡയഗ്രാം ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടിയതോ ദർ ഇസ് എ വാട്ട് വി ക്യാൻ സേ ട്രേഡ് ഓഫ്. ഓക്കെ, സോ നമ്മൾ ഈ ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻറ്റും ട്രേഡ് ഓഫ് ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാരണമെന്ത്, അതാണ് നമ്മൾ ത്രൂ ഔട്ട് പഠിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കാരണം തന്നെ നമുക്ക് ആദ്യം കാരണം മനസ്സിലാക്കിയിട്ട് പോവുകയാണെങ്കിൽ ഇനി നമ്മൾ അവിടെ കിടക്കുമല്ലോ, നമുക്ക് മനസ്സിലങ്ങനെ കിടക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇൻഫ്ലേഷൻ കുറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നമ്മൾ അൺഎംപ്ലോയ്മെൻറ്റ് കൂടുതൽ സഹിക്കേണ്ടി വരുന്ന കാരണം, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ. അപ്പോൾ ഇൻഫ്ലേഷൻ കൂടുതലാകുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ, സ്വാഭാവികമായിട്ട് വേജ് റേറ്റ്, സാധനങ്ങളുടെ വില കൂടുതലായിരിക്കും. എന്തായിരിക്കും, സാധനങ്ങളുടെ പ്രൈസ് ലെവൽ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ പ്രൈസ് ലെവൽ ഭയങ്കര കൂടുതലായിരിക്കുമ്പോഴത്തേക്കും കൂടുതൽ ആൾക്കാരെ, സാധനങ്ങളുടെ വില കൂടുതൽ ആൾക്കാരെ ജോലി ചെയ്യിക്കാൻ ആർക്ക് പറ്റും, ക്യാപിറ്റലിസ്റ്റിന് പറ്റും. അങ്ങനെ കൂടുതൽ ആൾക്കാർക്ക് ജോലി കഴിയുമ്പം എന്ത് സംഭവിക്കുന്നു, അൺഎംപ്ലോയ്മെൻറ്റ് കുറയും. മനസ്സിലാവില്ല. അപ്പോൾ ഇൻഫ്ലേഷൻ ഭയങ്കര കൂടി നിൽക്കുക, സാധനങ്ങളിലെല്ലാം വില കൂടുക. സാധനങ്ങളുടെ വില കൂടുമ്പോൾ ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന ആർക്കാണ്, പ്രൊഡ്യൂസേഴ്സിന്. സോ പ്രൊഡ്യൂസേഴ്സ് ഫൈൻഡ് ഇൻഫ്ലേഷൻ ആസ് ആൻ ഇൻസെൻറ്റീവ് ടു പ്രൊഡ്യൂസ് മോർ. ഓക്കെ, സോ ദേ വിൽ ഇൻക്രീസ് പ്രൊഡക്ഷൻ, അല്ലേ, they will increase production. So in that process employment also goes up. When employment goes up, it means unemployment comes down. So the combination you should trace out first. If the inflation rate is high, okay, unemployment rate comes down. So the logic behind that Philips car is that employees they find that the prices of the goods that they are producing, it goes up. So they increase production, they increase what we can say, they absorb more people and employment goes up or unemployment comes down. So this is the logic behind the negative relationship or inverse relationship between what we can say inflation on the one hand and unemployment on the other hand, and that gives a particular curve shape to this curve that shows the relation between unemployment and inflation. And since it was AW Philips who first made a study about these two variable, its relationship, its connection and its particular pattern, this curve is called a Philips curve. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിലിപ്സ് കാറിൻ്റെ ഒരു ഒറിജിനെ കുറിച്ചാണ് വളരെ അതിൻ്റെ പ്രിമിറ്റീവ് ഫോമിൽ ഇവിടെ വേജ് റേറ്റ് അവരുടെ ഇൻഫ്ലേഷൻ അല്ല, വേജ് റേറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ ഫിലിപ്സ് കാറിൻ്റെ ഒരു തുടക്കം. വേജ് റേറ്റ്, ഇൻഫ്ലേഷനും വേജ് റേറ്റും ഒരുപോലെ ആയിട്ട്, ഇൻഫ്ലേഷൻ കൂടുമ്പം വേജ് റേറ്റും കൂടും എന്നുള്ളതാണ്. വേജ് റേറ്റ് കൂട്ടുമ്പോഴത്തേക്കും എന്ത് ചെയ്യും,
ആ പ്രോസസ്സിൻ്റെ അവസാനമാണ് വേജ് റേറ്റ് കൂട്ടുന്നത്. കൂടുതൽ തൊഴിലാളികളെ അഡോപ്റ്റ് ചെയ്ത് അങ്ങനെ ഇൻഫ്ലേഷൻ അനുസരിച്ച് വേജ് റേറ്റ് കൂട്ടി എനിവേ അൺഎംപ്ലോയ്മെൻറ്റ് കംസ് ഡൗൺ. സോ ദിസ് വാസ് ദി ഒറിജിനൽ ഫിലിപ്സ് കർവ്. ഇനി നമുക്ക് സിലബസിൽ പഠിക്കാനുള്ള ഈ ഒറിജിനൽ ഫിലിപ്സ് കർവ് ഭയങ്കര ഒരു ക്യൂരിയസ് കേസായിരുന്നു, എസ്പെഷ്യലി ഫോർ മൈക്രോ എക്കണോമിസ്റ്റ്, യുനോ. സോ ദേ മേഡ് ഫർദർ സ്റ്റഡി അബൌട്ട് the logic and the working behind the Phillips curve. Some people said that in the short run the Phillips curve was this shape. In the long run, there will be a natural rate of unemployment. In every economy there is a consistent level of unemployment. നമ്മുടെ ഇന്ത്യ നോക്കുകയാണെങ്കിൽ നമുക്കറിയാലോ, ഇന്ത്യയിൽ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് എത്രയായിരിക്കും അല്ലേ? ഞാൻ നോക്കിയിട്ടൊക്കെ ഒരു 9% ഒക്കെ ആയിരിക്കും. PLF സർവേ ഒക്കെ അങ്ങനെ പറയുന്നത് 9% അൺഎംപ്ലോയ്മെൻറ്റ് തൊഴിൽ. നമ്മളിവിടെ തന്നെയാണ് നോക്കുകയാണെങ്കിൽ 9% ആൾക്കാർക്ക് തൊഴിലില്ലാതില്ലേ? ഉണ്ട്. അപ്പോൾ അത് നമുക്ക് പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ നാച്ചുറൽ റേറ്റാണ്. ആ നാച്ചുറൽ റേറ്റ് എന്താ അങ്ങനെ സംഭവിക്കുന്നത്? അമേരിക്കയിലെ നാച്ചുറൽ റേറ്റ് 2% അല്ലെങ്കിൽ 3%, ഇന്ത്യയിൽ 9%. അമേരിക്കയിൽ ഇഷ്ടംപോലെ തൊഴിലവസരമുണ്ട്. അപ്പോൾ അമേരിക്കയിൽ ഇഷ്ടം തൊഴിലവസരമാണെന്നുള്ളത് നമ്മളെ ഫൈനൽ എക്സ്പ്ലനേഷൻ അല്ല. ആ തൊഴിലവസരത്തെ സ്വാധീനിക്കുന്ന ചില സ്ട്രക്ചറൽ ഫാക്ടേഴ്സ് ഉണ്ട്, ശരിയല്ലേ? സ്ട്രക്ചറൽ നമുക്ക് അവിടെ കാണാൻ പറ്റും ഇഷ്ടംപോലെ കമ്പനികളുണ്ട്, കമ്പനികൾ ഭയങ്കര ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ശരിയല്ലേ? ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ നമ്മളവിടെ കുടിയേറിയപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു പെട്രോൾ പമ്പ് പെട്രോൾ അടിക്കാനെങ്കിൽ നമുക്ക് ജോലി കിട്ടും. അപ്പോൾ അവിടുത്തെ ഇക്കോണമിയുടെ സ്ട്രക്ചർ അതാണ്. ലോട്ട് ഓഫ് ഫാക്ടറീസ്, ലോട്ട് ഓഫ് സർവീസ് ഫോംസ്, സോ ദാറ്റ് there are ample employment opportunities. The structure gives that there are lot of industries, so there are lot of employment opportunities. The population is not that much big, so there are lot of employment opportunities. That is the structure. So that structure gives a comparatively lower level of natural rate of unemployment, which you can say can prevail in the long run, അല്ലേ? ഷോർട്ട് റണ്ണിൽ നമ്മളെല്ലാം പ്രതിസന്ധി. നമ്മളിപ്പം കോവിഡൊക്കെ ആണെങ്കിൽ നോക്കൂ, കോവിഡ് ഈസ് എ ഷോർട്ട് റൺ സിറ്റുവേഷൻ. So it gives a lot of bad effects to us physically, mentally, from every angle. Understandably, I need not explain that again and again. So like that, there are a lot of short run factors. അപ്പോൾ ഷോർട്ട് റണ്ണിൽ നമുക്ക് ചിലപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റും ഇൻഫ്ലേഷനും തമ്മിലുള്ള ബന്ധം നമുക്ക് സ്ഥായിയായിട്ട് പ്രതികരിക്കും, നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റുമല്ലായിരിക്കും. ഷോർട്ട് റൺ ഇങ്ങനെയാണ് പറയുന്നത്. ലോങ് റണ്ണിലുണ്ടല്ലോ, എത്രമാത്രം ഇൻഫ്ലേഷൻ കൂട്ടിയാലും അൺഎംപ്ലോയ്മെൻറ്റ് ഇങ്ങനെ 9% നിൽക്കും. ഇന്ത്യയിലാണെങ്കിൽ, അമേരിക്കയിലാണെങ്കിൽ 3%. ഇതാണ് ലോങ് റൺ ഫിലിപ്സ് കർവ്. ഇനി ലോങ് റൺ ഫിലിപ്സ് കർവ് പറയുന്ന ആ ലോങ് റണ്ണിലുള്ള സ്ഥായിയായിട്ട് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റിനെ വി കോൾ ഇറ്റ് എസ് എ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ആസ് വെൽ. എന്താണ് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ആസ് വെൽ. പിന്നെ പിന്നീട് നൈറു എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നൈറു ഇപ്പോൾ നമ്മളത് ഇപ്പോൾ പഠിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് നൈറു നോൺ ആക്സിലറേറ്റിംഗ് ഇൻഫ്ലേഷൻ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. ഇൻഫ്ലേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യമായിട്ട് കൂടാത്ത ഒരു ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് അവിടെ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇൻഫ്ലേഷൻ എങ്ങനെയാണ് ശരി ഒരു സ്റ്റേബിൾ കോൺസ്റ്റൻ്റ് ആയിട്ട് അങ്ങ് നിൽക്കും. അപ്പോൾ ഇൻഫ്ലേഷനെ അങ്ങനെ ഒരു ഇതായിരിക്കും, ഈ സ്റ്റേബിൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ഈ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് അവർ നൈറു എന്ന് പേരിട്ടു. അപ്പോൾ നൈറു എന്താണ് ലോങ് റണ്ണും തമ്മിലുള്ള വ്യത്യാസം അതൊക്കെ നമ്മൾ പിന്നീട് കാണും. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഫിലിപ്സ് കർവിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസ് നമ്മളതിനെ വിളിക്കുമ്പോൾ എന്താണ് ഇൻ്റർപ്രിട്ടേഷൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ്. ഒരു ഇക്കോണമിക്സിന് ശേഷം വേറൊരു ഇക്കോണമിക്സിന് ശേഷം വേറൊരു ഇക്കോണമിക്സിന്, പിന്നെ ഒരു സ്കൂൾ ഓഫ് തോട്ടിന് ശേഷം അല്ലേ നമ്മൾ പറയുക കെയ്നീഷ്യൻസ്, അതിനുശേഷം അടുത്ത സ്കൂൾ ഓഫ് തോട്ട് അതാണ് മിൽട്ടൺ ഫ്രീഡ്മാൻ്റെ മോണിറ്ററിസം, അതിനുശേഷം റാഷണൽ എക്സ്പെക്റ്റേഷൻസ്. ഇങ്ങനെ പല സ്കൂൾ ഓഫ് തോട്ടുകൾ ഈ ഫിലിപ്സ് കർവ് ആദ്യം കൊണ്ടുവന്ന ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻറ്റും തമ്മിലുള്ള ബന്ധത്തെ തങ്ങളുടേതായ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്ത് തങ്ങളുടേതായ രീതിയിലുള്ള എന്തുകൊണ്ട് ഈ ഫിലിപ്സ് കർവുകൾ അവരെ കോയിൻ ചെയ്തു. ഓക്കെ, സോ ഇത് ടോബിൻ്റെ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫിലിപ്സ് കർവിന് പല വേരിയൻസ് ഉണ്ടായി, അതാണ് സത്യം. ആ വേരിയൻസ് എല്ലാമാണ് നമുക്ക് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സിലബസിൽ എല്ലാ ഫിലിപ്സ് കർവും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എത്ര ദിവസം ഇരുന്നാലും ഒരു ടീച്ചർ നിലയ്ക്ക് നമുക്ക് കണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്ത അത്രയധികം എക്സോസ്റ്റീവായിട്ട് എല്ലാ തരത്തിലുള്ള ഫിലിപ്സ് കർവിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് ഭയങ്കര ടഫല്ല തന്നെ. നമ്മൾ ആ ഓരോ ഫിലിപ്സ് കർവിൻ്റെ പ്രത്യേകത എന്ത്, പോളിസി ഇംപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലേ? പോളിസി ഇംപ്ലിക്കേഷൻ നമുക്ക് പ്രധാനപ്പെട്ടാണല്ലോ. പിന്നെ അതിൻ്റെ ലോജിക്ക് എന്ത്, അങ്ങനെ ഒരു ഫിലിപ്സ് കർവ് വരാനുള്ള കാരണം എന്താ, എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, അതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, സോ ബേസിക്കലി അതിനൊക്കെ മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നമ്മുടെ സിലബസിൻ്റെ അകത്ത് ഇങ്ങനെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഫിലിപ്സ് കർവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു മോഡ്യൂൾ നിറച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഫിലിപ്സ് കർവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പം ഓരോ ഫിലിപ്സ് കർവും പറഞ്ഞ സ്കൂൾ ഓഫ് തോട്ടിനെ കുറിച്ച്, ഇക്കണോമിക്സിലെ ആ ഒരു ചിന്താധാരകളെക്കുറിച്ച് നമ്മൾ പഠിച്ച് പോകേണ്ടി വരും. അപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്തോട്ടെ എന്ന് വെച്ചാൽ
ഡിലീഷൻ താഴെ ഡിലീറ്റ് ചെയ്യാൻ നോക്കാം. ഡിലീറ്റ് ചെയ്തു. ഓക്കെ, തീർന്നു തോന്നുന്നു. നമ്മൾ അവസാനം കുറച്ച് എഴുതിയിട്ടുണ്ട്. ഇല്ല. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ആദ്യമായിട്ടേ ക്ലാസ്സിൻ്റെ തുടക്കത്തിലെ അത് നമ്മൾ ഫിലിപ്സ് കർവിനെ കുറിച്ച് കാണുക. ഇതൊരു പക്ഷേ മാത്തമാറ്റിക്സ് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചുള്ള അവർക്ക് പുതിയ ടോപ്പിക്കാണ്. എക്കണോമിക്സ് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചുള്ള ഈ ഒരു ടോപ്പിക്ക് ആദ്യം നമ്മൾ എടുത്തേക്കുന്ന ടോപ്പിക്ക് ഭയങ്കര സിമ്പിളും ഭയങ്കര ഈസിയും ഒരു പക്ഷേ വളരെ നന്നായിട്ട് അവരിപ്പം ഡിഗ്രി പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്. അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചുള്ള ഇച്ചിരി റിപ്പറ്റീഷൻ ആയിരിക്കും. ബട്ട് മാത്സുകാരെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട ആയതുകൊണ്ട് അവർ പുതിയതായതുകൊണ്ട് ഞാൻ ഈ കോൺസെപ്റ്റ് ഇച്ചിരി അതിൻ്റെ ബേസിക് ലെവലിൽ തന്നെ പറയാം. സോ ബേസിക്സ് ആണ്. സോ നമുക്ക് പറയാമല്ലോ, ഇറ്റ് ഗീവ്സ് ഫിലിപ്സ് കർവ് basically gives a menu between inflation and unemployment. This is the inflation rate. This is the Phillips curve. So ഇതാണ് ഷോർട്ട് റൺ ഫിലിപ്സ് കർവ് 1 എന്ന് പറയാം. 2 ഇവിടെ ഇല്ല, നമ്മൾ 1 ഒന്നും കിട്ടേക്കുക. അപ്പോൾ ഷോർട്ട് റൺ ഫിലിപ്സ് കർവിലുണ്ടല്ലോ, ദർ ഈസ് സ്ട്രോങ് ട്രേഡ് ഓഫ് അല്ലേ. നമുക്ക് 6% ഇൻഫ്ലേഷൻ നമുക്ക് സഹിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഇൻഫ്ലേഷൻ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് 3 കുറയ്ക്കാൻ പറ്റും. ബട്ട് ഇൻഫ്ലേഷൻ റേറ്റ് കുറവ് വേണം, ഇൻഫ്ലേഷൻ കുറവ് മതി എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ 2% നമുക്ക് കൂടുതൽ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റിൽ നിന്ന് സഹിക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് ഈ ട്രേഡ് ഓഫ് എന്ന് പറയുന്നത്. ലോജിക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ ഫിലിപ്സ് കർവിൻ്റെ ഷോർട്ട് റൺ ഫിലിപ്സ് കർവിൻ്റെ ഒരു സ്വഭാവം ഇതാണ്. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് നോൺ ലീനിയർ ഫിലിപ്സ് കർവ് can get, which says that at higher level of unemployment you can have or you can enjoy a stable prices at low levels. On the other hand, when you are having low level of unemployment, you have to suffer with or tolerate a high level of inflation because of the reason which we are going to mention soon. So this is the nature of the Phillips curve. This is the slope of the Phillips curve, its position, etc. Pretty low. ബേസിക്കലി ഇതായിരിക്കും നമ്മുടെ ഷോർട്ട് റൺ ഫിലിപ്സ് കർവ്. നമ്മൾ അതിനൊരു പേര് കൊടുത്തു. ഇനി നമുക്ക് തുടങ്ങാം. ഫിലിപ്സ് കർവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഇറ്റ് ഷോസ് ഓർ ഗീവ്സ് എ മെനു ബിറ്റ്വീൻ വാട്ട് മെനു ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. ദി ടു തിങ്സ് ആർ ബാഡ്. രണ്ട് സംഭവങ്ങളും മോശമാണ്. ഒരു സെക്കൻഡ്, വ്യൂ ഒന്ന് എടുത്തിടാം. പോട്ടെ. ഓക്കെ, ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ചൂസ് ചെയ്യാം. ഓക്കെ, സോ ഫിലിപ്സ് കർവ് ഈസ് എ പോപ്പുലർ മാക്രോ എക്കണോമിക് policy tool which says that there is inverse relation between inflation and the level of unemployment. പ്രീതിയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റേഷനാണ്. ഹെൻസ് ഇറ്റ് ഇൻഡിക്കേറ്റ് ട്രേഡ് ഓഫ്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ചില വാക്കുകളാണ് ഇതൊക്കെ. നമുക്ക് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്, ഡൗൺവേർഡ് സ്ലോപ്പിങ്, നെഗറ്റീവ് ഒക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ആക്ച്വലി യു ഷുഡ് യൂസ് ദ വേർഡ് ട്രേഡ് ഓഫ്. You get higher level of one, you can reduce the other one. So that is the meaning of the trade-off between rates of inflation on the one hand and rate of unemployment on the other hand. If unemployment is high, inflation will be low. If unemployment is low, inflation will be high. ഒരു ഹയർ സെക്കൻഡറി ലെവലിലുള്ള സംഭവം ഇതിൻ്റെ അകത്തുള്ളൂ. So early idea of Phillips curve was proposed in 1958 by economist A.W. Phillips. In his original paper, Phillips tracked wage changes. Wage changes is a dummy for what we can say inflation. And unemployment changes in Britain from 1861 to 1957. ഇപ്പം ബ്രിട്ടനിൽ അങ്ങനെയൊക്കെയുള്ള പഴയ കാലത്തും ഡേറ്റയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ വേജ് ചേഞ്ചസിനെ മണി വേജ് റേറ്റ് എന്നൊക്കെ നമുക്ക് അതിനെ പറയാം. മണി വേജ് റേറ്റും അൺഎംപ്ലോയ്മെൻറ്റുമുള്ള ബന്ധത്തെ ആര് പഠിച്ചു? A.W. ഫിലിപ്സ് പഠിച്ചു. 1861 തൊട്ട് 1957 വരെ. അങ്ങനെ ഇങ്ങനെ ഒരു പഠിത്തം നടത്തിയ പിന്നെ ഇങ്ങനെ ഒരു കർവൊക്കെ കണ്ടുപിടിക്കാൻ തുടങ്ങി. പിന്നെ 10-60 വർഷക്കാലത്തേക്കും ഇക്കോണമിസ്റ്റുകളെല്ലാം ഈ ഫിലിപ്സ് കർവിനെടുത്ത് തലങ്ങനെയും വിലങ്ങനെയും അപഗ്രഥിച്ച് തങ്ങളുടേതായ ഇൻ്റർപ്രിട്ടേഷൻ നടത്തി. അതാണ് നമുക്കിപ്പോൾ സിലബസിലുള്ളത്. ആൻഡ് ഫൗണ്ട് ദാറ്റ് ദർ വാസ് എ സ്റ്റേബിൾ. ദിസ് വേർഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് because later interpretation some economists said that the Phillips curve is quite unstable. We can have different level of inflation at a particular level of unemployment, like that, and depending upon the perspective of the people, depending upon the policy stance of the of the central bank and the government, etc. So for the time being, you understand that there is a stable relation between what inflation on the one hand and unemployment on the other hand,
according to the original proponent of the Phillips curve, A.W. Phillips, who made a study about the inflation or wage changes and what we can unemployment situation between 1861 and 1957 prevailed in Great Britain. Okay, so there is a stable inverse relation between wages and unemployment. This correlation between wage changes and unemployment seemed to hold for Britain and for other industrialist countries. മറ്റ് ഇൻഡസ്ട്രിയൽ കൺട്രീസിലും ഇതൊക്കെ തന്നെയായിരുന്നു. ഈ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്തു. നൗ തിയറട്ടിക്കൽ ഫിലിപ്സ് കർവ് നമ്മൾ കാണുമോ? ദ ഫിലിപ്സ് കർവ് ഷോസ് ദി ഇൻവേഴ്സ് ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് ആസ് വൺ ഇൻക്രീസസ് ദ അതർ ഇൻക്രീസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കേട്ടോ. 6, 2, 3, 5 ഇങ്ങനെ കാര്യങ്ങൾ പോകും നമ്മൾ പറഞ്ഞു തന്നെയാണ്. ഓക്കെ, നൗ ഇൻ 1960 ഇക്കോണമിസ്റ്റ് പോൾ സാമുവൽസൺ ആൻഡ് റോബർട്ട് സോളോ, അടുത്ത ആൾക്കാരാണ് ഇവരതിനെ ടെസ്റ്റ് ചെയ്യുക. നമ്മളോട് ചോദിച്ചിട്ടുണ്ട് സോളോ സാമുവൽസൺ സോളോയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അവരുടെ ഫിലിപ്സ് കർവ് എന്താണെന്ന് ചോദിക്കുന്നത്. അവരുടെ ഫിലിപ്സ് കർവ് അവർ ടെസ്റ്റ് ചെയ്യുക. ഇങ്ങനെ A.W. ഫിലിപ്സ് ഒരു സംഭവം കൊണ്ടുവന്നിട്ട് 2 വർഷം കഴിയുമ്പോഴത്തേക്ക് 1960 തന്നെ ഇവരെന്നാലും ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തി. അപ്പോൾ അമേരിക്കൻ ഇക്കോണമി ബേസിൽ, ബ്രിട്ടീഷ് ഇക്കോണമിയുടെ ബേസിലാണല്ലോ ഫിലിപ്സ് സ്റ്റഡി ചെയ്തത്. അമേരിക്കൻ ഇക്കോണമിയുടെ ബേസിൽ ഇത് ശരിയാണോ എന്ന് ആര് ടെസ്റ്റ് ചെയ്തു? സാമുവൽസൺ, റോബർട്ട് പോളും. ഗുരുത്വം കൊണ്ട് നമുക്ക് വലിയ കൂടിയ സംഭവങ്ങളൊന്നും ഇവർ പറഞ്ഞില്ല. ഫിലിപ്സ് കർവ് പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന്, കൺസിസ്റ്റൻ്റ് ആണെന്ന് ഇവർ അമേരിക്കൻ ഇക്കോണമിയുടെ കോണ്ടെക്സ്റ്റ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് സാമുവൽസിൻ്റെയും സോളോയുടെയും ഫിലിപ്സ് കർവ് നമുക്ക് ഒരു ബേസിക് ലെവലിൽ നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ അത് എന്താണ്, ഈ ഒറിജിനൽ ഫിലിപ്സ് കർവ് തന്നെയാണ്. ഓക്കെ, അമേരിക്കൻ ഇക്കോണമിയുടെ കോണ്ടെക്സ്റ്റിലാണ്. സോ എക്സ്പാൻഡഡ് ദിസ് വർക്ക് ടു റിഫ്ലക്ട് ദി റിലേഷൻ ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ബിക്കോസ് വേജസ് ആർ ദി ലാർജസ്റ്റ് കോമ്പണൻറ്റ് ഓഫ് പ്രൈസസ്. അപ്പോൾ അത് നമ്മൾ പഠിക്കുമ്പോഴേ പ്രൈസ് ലെവൽ കൂടുമ്പോൾ ശരിക്കും വേജസ് ഭയങ്കരമായിട്ട് കൂടും അല്ലേ? സാധനങ്ങളുടെ വിലയേക്കാളും അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടാണ് നമ്മുടെ എന്താണ് വേജ് റേറ്റ്. അപ്പോൾ വേജ് റേറ്റ് ഭയങ്കരമായിട്ട് വ്യത്യാസം വരും. അതുകൊണ്ട് അവർ വേജ് റേറ്റിനെ കുറിച്ച് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു. സോ ഇൻഫ്ലേഷൻ ദെൻ കുഡ് ഇൻവേഴ്സ്ലി ലിങ്ക്ഡ് ടു അൺഎംപ്ലോയ്മെൻറ്റ്. ഇപ്പോൾ രണ്ടും തമ്മിൽ, ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻറ്റും തമ്മിൽ ഇൻവേഴ്സ് ബന്ധമുണ്ട് എന്നാര് പഠിച്ചു? ഇവരെന്നെ പഠിച്ചു. ലേറ്റർ സെവറൽ ഇക്കോണമിസ്റ്റ് ആൻഡ് സ്കൂൾസ് ഓഫ് തോട്ട്, ഇക്കോണമിസ്റ്റ് ആൻഡ് സ്കൂൾസ് ഓഫ് തോട്ട് പലരുണ്ട്, പല സ്കൂൾ ഓഫ് തോട്ടുകാർ. ഫ്രീഡ്മാൻ ആണെങ്കിൽ ഫെൽപ്സും കൂടെ മോണിറ്ററിസ്റ്റിന് വേണ്ടി, മിൽട്ടൺ ഫ്രീഡ്മാൻ ആൻഡ് എഡ്മണ്ട് ഫെൽപ്സ്, അവർ മോണിറ്ററിസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പായിരുന്നു. നമ്മൾ പിന്നീട് കാണും കേട്ടോ. അപ്പോൾ അതുപോലെ പിന്നെ അങ്ങനെ ഒത്തിരി ആൾക്കാർ, ജെയിംസ് ടോബിൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അത് ചെറിയൊരു ഫിലിപ്സ് കർവ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഒരു നിയോ കെയ്നിഷ്യനായിരുന്നു. നിയോ കെയ്നിസിൻ്റെ പുതിയ കെയ്നിഷ്യൻ. അപ്പോൾ കെയ്ൻസിൻ്റെ തിയറിയൊക്കെ ഇഷ്ടപ്പെട്ട് അതേ മോഡലിൽ അത് ഒരു ഫിലിപ്സ് കർവ് അസംബിൾ ചെയ്തു. പിന്നെ തൊട്ടടുത്ത് വരികയാണെങ്കിൽ റാഷണൽ എക്സ്പെക്റ്റേഷൻസ്, ഇങ്ങനെ പല ആൾക്കാരും ഇക്കോണമിസ്റ്റും സ്കൂൾ ഓഫ് തോട്ടുകളും എന്ത് ചെയ്തു? അവരുടേതായ ഫിലിപ്സ് കർവുകൾ കൊണ്ടുവന്നു. മോണിറ്ററീസ്, റാഷണൽ എക്സ്പെക്റ്റേഷൻസ് സ്കൂൾസ് have proposed their own versions and modified the original Phillips curve. Okay, so that is the story about the Phillips curve. Now, what is the logic behind the Phillips curve? That's very important. ഇപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം സിവിൽ സർവീസിൻ്റെ പരീക്ഷ എഴുതിയിട്ടില്ലേ, അപ്പോൾ മെയിൻസ് പരീക്ഷ അതിനകത്ത് എക്സ്പ്ലെയിൻ ഫിലിപ്സ് കർവ് എന്ന് പറഞ്ഞൊരു അങ്ങനെയൊക്കെയാണ് എൻ്റെ വിശ്വാസം. ഒരു ഫിലിപ്സ് കർവ് ഒരു ചോദ്യം വന്നായിരുന്നു. ആ ചോദ്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഫിലിപ്സ് കർവിനോടുള്ള ഇഷ്ടം എനിക്ക് ഒരിക്കലും കുറയില്ല. ആ പരീക്ഷ ഞാൻ ഫിലിപ്സ് കർവ് വെച്ചാണ് ആദ്യം പരീക്ഷ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ഡിസ്ക്രിപ്റ്റ് ചെയ്താൽ 3 മണിക്കൂർ എഴുത്ത് പരീക്ഷ. അപ്പോൾ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഭയങ്കര പൂറാണല്ലോ, എനിക്കും വായിക്കാൻ അറിയത്തില്ല, എക്സാം ഇന്ന് വാല്യൂ ചെയ്യുന്ന ആൾക്കാർക്കും അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുക ഞാൻ ആ ഫിലിപ്സ് കർവ് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ നല്ല ഭംഗിയായിട്ട് എഴുതിച്ചു. എന്നിട്ട് ഞാൻ എഴുതിയൊരു വാക്ക്, എനിക്കറിയാവുന്ന ഒരു കോൺസെപ്റ്റ്, മണി ഇല്യൂഷൻ ആണ് ഫിലിപ്സ് കർവിനെ ഇങ്ങനെയാക്കി തീർത്തതെന്നുള്ളതാണ്. അപ്പോൾ അതിന് ഭയങ്കര മാർക്കായിരുന്നു കേട്ടോ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ ആദ്യമേ ഈ ഫിലിപ്സ് കർവ് എഴുതി എന്നുള്ളതാണ്. ഫിലിപ്സ് കർവിനെ കുറിച്ചുള്ള ബേസിക് സ്റ്റഡി എത്ര നടത്തിയാലും അതിൻ്റെ ഉള്ളിലുള്ള കാര്യം അറിയാം. പീപ്പിൾ ആർ അണ്ടർ മണി ഇല്യൂഷൻ എന്നാണ്. എന്താണ് മണി ഇല്യൂഷൻ? മണി ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ പീപ്പിൾ കനോട്ട് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ വാട്ട് ഈസ് റിയൽ വേജ് റേറ്റ് ആൻഡ് നോമിനൽ വേജ് റേറ്റ്. വാട്ട് ഈസ് എ റിയൽ വാല്യൂ ഓഫ് മണി. ഓക്കെ, സോ അപ്പം നമ്മൾ പറയാം, ഞാനൊരു എക്സാമ്പിളായിട്ട് പറയാം. ഇതിനു മുമ്പ് നമ്മൾ മണി ഇല്യൂഷൻ ഡിസ്കസ് ചെയ്തതാണ്. കെയ്ൻസ് പറഞ്ഞു പീപ്പിൾ ആർ അണ്ടർ മണി ഇല്യൂഷൻ. നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കോൺസെപ്റ്റ് ആയതുകൊണ്ട് പീപ്പിൾ ആർ അണ്ടർ മണി ഇല്യൂഷൻ കെയ്ൻസ് പറയും. അപ്പോൾ പീപ്പിൾ ആർ അണ്ടർ മണി ഇല്യൂഷൻ. മണി ഇല്യൂഷൻ ഈസ് സെൻസ് ദാറ്റ് സപ്പോസ് ദാറ്റ് ലാസ്റ്റ് ഇയർ യുവർ സാലറി വാസ് 100 rupees and price level increased by 20%. So the amount of the quantity of the goods that you bought by 100 rupees during the last year can be bought only by spending 120 rupees this year. And when you are having a salary of 110, your salary increased by 10 rupees, actually your purchasing power decreases because you should have obtained at least 120 rupees. അപ്പോൾ നമ്മുടെ റിയൽ വാല്യൂ വേജ് റേറ്റ് കുറഞ്ഞു പോയി. ശരിയല്ലേ? മണി വേജ് റേറ്റ് 10 രൂപ, ശരിക്കും മണി വേജ് റേറ്റും ഇൻഫ്ലേഷൻ്റെ അതേ ലെവലിൽ 20 രൂപ കൂടേണ്ടായിരുന്നു, നമുക്ക് 10 രൂപ കൂടിയുള്ളൂ. അപ്പോൾ നമ്മുടെ റിയൽ വേജ് റേറ്റ്, അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് എൻ്റെ സാലറി കൂടിയെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. അപ്പം 120 രൂപയിലേക്ക് കൂടണം, 110 രൂപയ്ക്കല്ല കൂടേണ്ടത് എന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് മണി ഇല്യൂഷൻ.
ഈ മണി ഇല്യൂഷൻ കാരണമാണ് ഫിലിപ്സ് കർവ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു മണി ഇല്യൂഷൻ കാരണം എന്ന് പറയാം. ആൾക്കാർ ഇപ്പം ഉദാഹരണത്തിന് സാധനങ്ങളുടെ വില കൂടി, വേജ് റേറ്റ് അതുപോലെയൊക്കെ നിന്നു, അപ്പം കൂടുതൽ എംപ്ലോയ്മെൻറ്റ് കൊടുത്തു. പിന്നീട് ആൾക്കാർ സമരം ആൾക്കാർ അഡ്ജസ്റ്റ് ചെയ്ത് വേജ് റേറ്റ് കൂട്ടുമെങ്കിൽ പോലും ആദ്യം ഇവർ കുറഞ്ഞ വേജ് റേറ്റ് വർക്ക് ചെയ്ത് അങ്ങനെ അൺഎംപ്ലോയ്മെൻറ്റ് കുറയും. അങ്ങനെയാണ് ശരിക്കും പറയാൻ അൺഎംപ്ലോയ്മെൻറ്റ് കുറഞ്ഞത്, ഇൻഫ്ലേഷനിലൂടെ അൺഎംപ്ലോയ്മെൻറ്റ് കുറഞ്ഞത്. ആ ഒരു കാര്യം നമ്മൾ ബോക്സിലിട്ടേക്കും. ഒരു സെക്കൻഡ് ഞാൻ മുകളിലോട്ട് നോക്കി റൈറ്റ് മോഡിട്ടു ലോജിക്കിലേക്ക് പോവാം. പീപ്പിൾ ആർ അണ്ടർ മണി ഇല്യൂഷൻ ആൻഡ് they cannot differentiate between the real income and money income. An increase in price level means lower real wage. Okay, if wages are not adjusted, this price level increase by increasing the price of goods will help the producers and they will enhance production and thus employment. Hence higher inflation reduces unemployment. But with the time, workers may find that their income has been came down, so they will demand higher wage rate. The benefit of lower wages will disappear in the long run. And for producers, this means that the trade-off will not work in the long run. ഷോർട്ട് റണ്ണിൽ മാത്രമേ ഉള്ളൂ, ലോങ് റൺ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഫിലിപ്സ് കർവിൻ്റെ ലോജിക്ക്, എൻ്റെ യുക്തി അതാണ്. ഓക്കെ, ഡിലീറ്റ് ചെയ്തോട്ടെ, ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്തോട്ടെ. ഒരു സെക്കൻഡ് ഒന്നും ഡിലീറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. വീഡിയോ എടുത്ത് റീഡ് മോഡിലിട്ട് ഒന്നുകൂടെ ഞാൻ നോക്കട്ടെ. ജസ്റ്റ് വൺ മോർ ടൈം. ഓക്കെ, ദിസ് ടൈം ഐ ആം സക്സസ്ഫുൾ. ഇത് പോയില്ല, ഇപ്പം പോയില്ലേലും കുഴപ്പമില്ല, നമ്മൾ പഠിപ്പിച്ച് കഴിഞ്ഞാൽ. ഓക്കെ, so the theory of the Phillips curve seemed stable and predictable. That is very important when you are assessing the later theories. Okay, they said that Phillips curve is unstable and unpredictable and unreliable. താമസിച്ചു വന്നവരാണ് പിന്നീട് വന്ന തിയറിക്കാരെ ഇങ്ങനെ പറഞ്ഞു, ഈ ഫിലിപ്സ് കർവ് ഭയങ്കര സ്റ്റേബിളും പ്രഡിക്റ്റബിൾ വരും. ഡാറ്റ ഫ്രം അനാലിസിസ് മോഡൽ the trade-off between unemployment and inflation fairly well. The Phillips curve offered പൊട്ടൻഷ്യൽ ഇക്കണോമിക് പോളിസി ഇംപ്ലിക്കേഷൻസ്. അതാണല്ലോ നമ്മൾ ഈ ഫിലിപ്സ് കർവ് ഇങ്ങനെയാണെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കാൻ ഗവൺമെൻറ് എന്ത് ചെയ്താൽ മതി, ഇൻഫ്ലേഷൻ കൂട്ടിയാൽ മതി. അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ കൂടുതൽ തൊഴിലില്ലായ്മയെ അക്സെപ്റ്റ് ചെയ്താൽ മതി. അപ്പം യു ഹാവ് ദി മെനു ഇൻ ഫ്രണ്ട് ഓഫ് യു, ദ ഡിസിഷൻ ഈസ് ഓൺ യുവർ സെൽഫ്. ഓക്കെ, സോ ദാറ്റ് യൂസ് ലോട്ട് ഓഫ് പോളിസി ഇംപ്ലിക്കേഷൻസ്. ഫിസ്ക്കൽ ആൻഡ് മോണിറ്ററി പോളിസി കുഡ് ബി യൂസ് ടു അച്ചീവ് ഫുൾ എംപ്ലോയ്മെൻറ്റ് at the cost of higher prices, or to lower inflation at the cost of lowered employment. Lowered employment means increased unemployment. Or when government attempted to use the Phillips curve to control unemployment and inflation, the relationship fell apart. ഈ കഥ ഇങ്ങനെയൊക്കെയാണെന്ന് വിചാരിച്ച് ഉടനെ ചാടിപ്പുറപ്പെട്ട ഗവൺമെൻറ്റുകൾക്കൊക്കെ 1960 ശേഷം ചില അർത്ഥങ്ങൾ പറ്റി. അതായത് ഇവരുദ്ദേശിച്ച പോലെ ഇൻഫ്ലേഷൻ കൂട്ടിയിട്ട് അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കാൻ പറ്റിയില്ല. അപ്പം ഫിലിപ്സ് കർവിൽ എന്തൊക്കെയോ അപാകതകളുണ്ട്. അത് ഇക്കോണമിയിലുള്ള പ്രശ്നങ്ങളായിരിക്കാം, പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്ത പ്രശ്നങ്ങളായിരിക്കാം. അപ്പോൾ ഫിലിപ്സ് കർവ് ആ കഥയിൽ പറയുന്നത് പോലെ അല്ല എന്ന് പിന്നീട് പല ഇക്കോണമിസ്റ്റുകളും പറഞ്ഞു. അതാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, സോ ഡാറ്റ ഫ്രം 1970s ആൻഡ് ഓൺവേർഡ്സ് ഡിഡ് നോട്ട് ഫോളോ ദ ട്രെൻഡ് ഓഫ് ക്ലാസിക് ഫിലിപ്സ് കർവ്. അതാണ് ക്ലാസിക് ഫിലിപ്സ് കർവ്. ദിസ് ഓൾഡ് ഫിലിപ്സ് കർവ് വിച്ച് ഷോസ് എ സ്ട്രോങ് ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്, വിച്ച് ഗിവ് യു എ മെസ്സേജ് ദാറ്റ് ഇഫ് യു ലൈക്ക് ടു റെഡ്യൂസ് അൺഎംപ്ലോയ്മെൻറ്റ് യു ഹാവ് ടു അണ്ടർഗോ ഹൈ ലെവൽ ഓഫ് ഇൻഫ്ലേഷൻ. That message or that interpretation was not workable from 1970s onwards. The study shows for many years both the rate of inflation and the rate of unemployment. For many years both the rate of inflation and the rate of unemployment were higher than the Phillips curve predicted. Phillips curve പറഞ്ഞതിനേക്കാളും കൂടുതലായിട്ട് അൺഎംപ്ലോയ്മെൻറ്റും ഇൻഫ്ലേഷനും നിന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സിറ്റുവേഷൻ സ്റ്റാഗ്ഫ്ലേഷനാണ്. ഒരിക്കലും വരില്ല. ഫിലിപ്സ് കർവ് പറഞ്ഞ് ഇങ്ങനെയാണെന്ന് പറയും, പക്ഷേ അങ്ങനെയല്ല. കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ എന്നാ ഈ ഹൈ ലെവൽ ഓഫ് ഇൻഫ്ലേഷനും ഈ പോയിൻ്റ് ആണെങ്കിലോ ഹൈ ലെവൽ ഓഫ് ഇൻഫ്ലേഷൻ ഹൈ ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. അപ്പോൾ സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാഗ്നേഷൻ പ്ലസ് ഇൻഫ്ലേഷനാണ്, പ്ലസ് ഇൻഫ്ലേഷൻ. സ്റ്റാഗ്നേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാഗ്നേഷൻ എന്ന് പറഞ്ഞാൽ ലോ ഗ്രോത്ത്. ലോ ഗ്രോത്തിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ലോ പ്രൊഡക്ഷൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ ലോ പ്രൊഡക്ഷൻ എന്ത് കിട്ടും? അൺഎംപ്ലോയ്മെൻറ്റ്. എന്ത് അൺഎംപ്ലോയ്മെൻറ്റ്? ഹൈ ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. സോ ഹൈ ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ഹൈ ലെവൽ ഓഫ് ഇൻഫ്ലേഷൻ. ഓക്കെ, ഹൈ ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ഹൈ ലെവൽ ഓഫ് ഇൻഫ്ലേഷൻ. ഇത് ഫിലിപ്സ് കർവ് പറഞ്ഞില്ല, പക്ഷേ ഇക്കോണമിസ്റ്റുകൾക്കും ഗവൺമെൻറ്റുകൾക്കും കിട്ടിയത് ഇതായിരുന്നു കിട്ടിയത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഫിലിപ്സ് കർവിന് എന്ത് പറ്റി? ഫിലിപ്സ് കർവിൻ്റെ വേറൊരു തരത്തിലുള്ള ഇൻ്റർപ്രിട്ടേഷൻ പിന്നീട് ഭയങ്കര നിർബന്ധമായി തീർന്നു. ആ ഇൻ്റർപ്രിട്ടേഷനിലേക്ക് നമ്മൾ പോകേണ്ടി വരും. ഓക്കെ, സോ ലെറ്റ് മീ ഡിലീറ്റ് ദാറ്റ് പാർട്ട് so that you can clearly visible all our notes. Okay, delete ചെയ്തു. അപ്പോൾ നമ്മൾ പോകണേ.
എന്താണ് സ്റ്റാഗ്ഫ്ലേഷൻ. അപ്പോൾ നമ്മൾ ഫിലിപ്സ് കാറിനെ കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴേ നമുക്കൊരു PG ലെവലിലായതുകൊണ്ട് നമ്മളോട് ഫിലിപ്സ് കാറിനെ കുറിച്ച് പല ആംഗിളിൽ നമ്മൾ ചോദിച്ചു. ഫിലിപ്സ് കാറിൻ്റെ ക്രിട്ടിസിസം എങ്ങനെയാണ്, ഫിലിപ്സ് കാറിൻ്റെ എന്താണ് ഇൻ്റർപ്രിട്ടേഷൻ എങ്ങനെയാണ്, ഫിലിപ്സ് കാറിൻ്റെ പിന്നീട് ഇൻ്റർപ്രിട്ടേഷൻ ആട്ടോ ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാണ് ഫിലിപ്സ്. അപ്പോൾ അങ്ങനെ ക്രിട്ടിസിസം അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നമുക്ക് സ്റ്റാഗ്ഫ്ലേഷൻ വാസ് ആൻ എംപിരിക്കൽ ക്രിട്ടിസിസം ലെവൽഡ് അഗൈൻസ്റ്റ് ഫിലിപ്സ് കാർ. വാട്ട് ഈസ് എംപിരിക്കൽ? എംപിരിക്കൽ മീൻസ് പ്രാക്ടിക്കൽ, പ്രായോഗിക. നമ്മൾ പുസ്തകത്തിൽ പഠിച്ചതല്ല, ജീവിതത്തിൽ കാണുന്നത് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടില്ലേ, അനുഭവിച്ചറിഞ്ഞിട്ട് കാണുമല്ലോ. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ എന്നാ സംഭവിക്കുന്നുള്ളൂ, നമ്മൾ തിയറി കാണുന്ന ഈ ഫിലിപ്സ് കാർ പ്രയോഗത്തിലില്ലായിരുന്നു എന്ന് പലർക്കും പിടികിട്ടി, ഗവൺമെൻറ്റുകൾക്ക് പിടികിട്ടി. അതിലേറ്റവും വലിയ ഒരു സംഭവം സ്റ്റാഗ്ഫ്ലേഷൻ ആയിരുന്നു. സ്റ്റാഗ്ഫ്ലേഷൻ ഹാസ് ബീൻ റൂൾഡ് ഔട്ട് ബൈ ഫിലിപ്സ് കാർ. ഫിലിപ്സ് കാറിൻ്റെ മെസ്സേജിൽ സ്റ്റാഗ്ഫ്ലേഷൻ ഇല്ല, അങ്ങനെ ഒരു അധ്യായമില്ല. എന്താണ് സ്റ്റാഗ്ഫ്ലേഷൻ? ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഗ്രോത്ത് ഇല്ലാത്ത സിറ്റുവേഷൻ, പ്രൊഡക്ഷൻ ഇല്ലാത്ത സിറ്റുവേഷൻ, എംപ്ലോയ്മെൻറ്റ് കൂടുതലില്ലാത്ത സിറ്റുവേഷൻ, അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് കൂടുതലുള്ള സിറ്റുവേഷൻ, അതും ഇൻഫ്ലേഷനും കൂടെ വരിക. മനസ്സിലായല്ലോ? ആ സാധനം സ്റ്റാഗ്ഫ്ലേഷൻ ഫിലിപ്സ് കാറിനുള്ള ഏറ്റവും വലിയ ക്രിറ്റിസിസമായിരുന്നു. അൾട്ടിമേറ്റ്ലി ഫിലിപ്സ് കാർ വാസ് പ്രൂവ്ഡ് ടു ബി അൺസ്റ്റേബിൾ. So what is stable and unstable? Stable means you can have only one outcome. This is that outcome. If you fit inflation here and unemployment here, okay. So predictions are very cool, very stable, and there is a stable relation between unemployment. But there is unstable. Sometimes you can get what we can say this point: high level of inflation, unemployment. So the predictions are quite unstable and therefore not useful for policy purposes. What is not useful? Phillips car is not useful for policy purpose when the relationship is quite unstable. Okay, so that was the development that happened to the classic Phillips car from 1970 onwards. Okay, this unpredictable relationship was found to hold true for other industrial economies as well. Okay, delete it out. From 1861 until 1960s, the Phillips car predicted rates of inflation rate of unemployment. However, from 1970s and 80s onwards, rate of unemployment differed from the Phillips car prediction. The relationship between the two variables became unstable. Okay, graphically, the shortened Phillips car traces the L shape when the unemployment rate is on the x-axis, inflation on the y-axis. Okay, so this is the pattern of Phillips car obtained for the US economy between 2000 and 2030. Okay, so we can have a data like that. ഇങ്ങനെ ഒരു ഫിലിപ്സ് കാർ അവിടെ കിട്ടി, US കിട്ടി, ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻറ്റും. കണ്ടോ സ്കാറ്റർ ഡയഗ്രാം? ഇത് നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കാനൊന്നുമല്ല, അതുപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ. ഫിലിപ്സ് കാർ ഇപ്പോഴും റെലവൻസ് ഒക്കെ ഉണ്ട് എന്നാണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ വാട്ട് ട്രെൻഡ് ലൈൻ. എഗെയിൻ ദാറ്റ് ട്രെൻഡ് ലൈൻ ഷോസ് what we can say a little bit of trade-off. It is there. So despite a lot of exceptional situations and unstable relationship that has been traced out between 1971 and 2010, still the basic relationship often works regarding Phillips car. Okay, so നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. ഈ ഫിലിപ്സ് കാർ ഇപ്പോഴും അതിനൊരു ചെറിയ റെലവൻസ് ഉണ്ട്, ചെറുതല്ല, ഒരു റെലവൻസ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഇട്ടുന്നുള്ളൂ. ഓക്കെ, ഞാനൊന്ന് ക്ലോസ് ചെയ്തോട്ടെ. ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ഒറിജിനൽ ഫിലിപ്സ് കാർ. ദ ഒറിജിനൽ ഫിലിപ്സ് കാർ, ഇസ് ഷേപ്പ്, ദ വേരിയബിൾസ്, ദ ലോജിക് ബിഹൈൻഡ് ദാറ്റ്, ലോജിക് ബിഹൈൻഡ് ദാറ്റ്. സോ ഓൾ ദോസ് ആർ ദെയർ. You should please read those notes and understand the basic philosophy of the Phillips car, okay, which gives what we can say, as we shown in the in the title, a menu between inflation and unemployment that can be chosen, or that can be selected by what we can say, the government or the central bank or the policy makers. Okay.